സുഹൃത്തുക്കളെ, ഇത് വളപ്പ് ഓട്ടോ സ്റ്റാൻഡിൻ്റെ റൈറ്റിലേക്ക് പോണ റോഡാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വൈപ്പ് മണ്ഡലം ആരാണെന്ന് അറിഞ്ഞൂടാ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായി. തൃപ്തി ഹോട്ടലിൻ്റെ ഉള്ളിൽ വ്യാപാരി ഭവൻ റോഡിലേക്ക് 2 റോഡാണ്. അപ്പോൾ തനിക്കൊരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. വെല്ലുവിളികളാണല്ലോ എല്ലാ റോഡുകളും നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ്. ആ പുള്ളി പറഞ്ഞത് ശരിയാണ്. എൻ്റെ വീട് 1, 2, 3, 4ാമത്തെ വീട് കഴിഞ്ഞാൽ അതിലേക്കുള്ള 3ാമത്തെ വീട് കഴിഞ്ഞാൽ അതിലേക്കുള്ളൊരു ചെറിയ ഇടവഴിയാണ്. അത് എൻ്റെ വീട്ടിലേക്കാണ് ഈ വെള്ളം മുഴുവനും ഒഴുകി വന്നത്. കാരണം എൻ്റെ ഭൂമി താഴ്ന്നതാണ്. ഇത് കണ്ട മതിൽ കെട്ടി എല്ലാവരും സംരക്ഷിച്ച് വെച്ചേക്കണം. അവരുടെ ഭൂമിയൊക്കെ പൊക്കി വെച്ചേക്കണം. അപ്പോൾ ഈ റോഡിൽ വെള്ളക്കെട്ടുണ്ടാവും. ഈ റോഡിൽ വെള്ളക്കെട്ട് മറ്റേ നടുക്കൂടി കാണാൻ കൊടുക്കണം. ഇതാണ് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള വീടിൻ്റെ ഈ വലിയ വീടിൻ്റെ കുറേ ഇതാണ് എൻ്റെ വീടിൻ്റെ വഴി. ഇതാണ് ഇത് നേരെ കാണുന്ന പെങ്ങളുടെ വീടാണ്. അതിൻ്റെ പടിഞ്ഞാട്ട് കയറി വടക്കോട്ട് പോയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ വഴി പോണില്ല ഇപ്പം. കാരണം അപ്പുറത്ത് കൂടി എനിക്ക് വഴിയുണ്ട്. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ 10 സെൻറ്റിൽ 4 പെരയാണ്. 1 ചേട്ടൻ്റെ വര, 1 ഈ കാണിച്ച ആളുടെ വര, ഒരു പെങ്ങളുടെ വര. പിന്നെ എനിക്ക് തന്നേക്കണ അപ്പുറത്ത് കൂടി ഗോഡ്സോൺ ബിൽഡിങ്ങിൻ്റെ കണിയാമ്പറ ജോസിൻ്റെ വീട്ടിലേക്ക് പോകണ വഴിയാണ്. അത് എൻ്റെ വണ്ടി പോകൂല, എന്നാലും ഒരച്ചൊക്കെ ഞാൻ കൊണ്ടുപോകും. എനിക്ക് അപ്പുറത്ത് കൂടി വഴി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വൈപ്പിന് MLA അപ്പുറം ഗോഡ്സോൺ ബിൽഡിങ്ങിൻ്റെ വഴിയില്ലെങ്കിലും അപ്പുറത്ത് കൂടി കന്നടക്കാരുടെ ഇടയിൽ കൂടി 27 ലക്ഷം രൂപയുടെ സ്ലാബ് റോഡ് വന്നുണ്ട്. അതിലെനിക്ക് വണ്ടിയും കൊണ്ടുപോകാം, ടിപ്പർ കൊണ്ടുപോകാം, കാറ് കൊണ്ടുപോകാം. ആ വഴി വന്നുണ്ട്. ഇതെനിക്ക് നടവഴി മാത്രമേ. മനസ്സിലായ? ഇത് കാണിക്കാൻ പറ്റൂലേ എന്നാണ് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ചോദിച്ചത്. പിന്നെ കാണിക്കാം അതേപോലെ വഴികൾ ഏത് ഇതും. ഇതിന് നടുക്ക് ഇത് തന്നെ നിർമ്മാണ ഭാഗതയാണ്. അത് മാത്രമല്ല, നിർമ്മാണ ഭാഗം മാത്രമല്ല, 2 സൈഡുമായി ആൾക്കാർ മതിൽ കെട്ടി അവരുടെ ഭൂമിയൊക്കെ പൊക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് താഴ്ന്നു കിടക്കണ ഭൂമിയായ എല്ലാ ഭൂമിയിലേക്കും വെള്ളം വരും. അതെൻ്റെ വീട്ടിൽ വന്ന് ഈ വെള്ളം മുഴുവനും കൂടും. അത് വർഷങ്ങളുണ്ടാകുന്ന പ്രതിഭാസമെന്നും പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം എന്നുള്ളതല്ലാണ്ട് വേറൊരു വഴിയില്ല. കാരണം ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പം നമ്മുടെ പരിമിതികളനുസരിച്ച് ഇതൊക്കെ തൃപ്തിപ്പെടണം. അപ്പോൾ ഈ എല്ലാവരും നമ്മളോട് ഈ വഴി ഇടാമോ ആ വഴി ഇടാമോ എന്നൊക്കെ ചോദിക്കാൻ നേരത്ത് നമ്മളിടും. ഇത് വ്യാപാരി ഭവനിലോട്ടാണ് ലാസ്റ്റ് റോഡ് പോകണം. നേരെ കിഴക്ക് കൈപ്പള്ളി തോട്ടി ചെല്ലും ഈ വഴി. മനസ്സിലായ? പിന്നെ ബംഗ്ലാവ്, പഴയ സേട്ടു വിശ്രമിച്ച ബംഗ്ലാവിൻ്റെ ഒരു ബംഗ്ലാവുകാരുടെ വീടുണ്ട്. അവിടെ ചെല്ലുന്ന റോഡാണ്. അപ്പം ഈ റോഡിലേക്കൊക്കെ വെള്ളക്കെട്ട് വന്നത് നമ്മുടെ ആരുടെയും കുഴപ്പമില്ല. പിന്നെ ഇത് ഓരോരുത്തരുടെ വീടും ഇതുമൊക്കെ സംരക്ഷിക്കാൻ നേരത്ത്, കെട്ടിത്തിരിക്കാൻ നേരത്ത് അതേപോലെയുള്ള പ്രശ്നങ്ങൾ റോട്ടിലുണ്ടാവും. അപ്പം ഇതേപോലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളുമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വരും. വൈപ്പിൻകരയിൽ ഓരോ റോഡുകളുമായി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സന്തോഷ് തേരത്ത് ഫ്രം വൈപ്പിൻ, ഇൻസ്റ്റാഗ്രാം ഇതിൽ ഫോളോ ചെയ്യുക, പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക.